തിപ്പല്ലിയിലേക്ക് എങ്ങനെയാണ് കുരുമുളക് ചെടി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പല മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിലേറ്റവും ചെടി നശിച്ചു പോകാതെ ഗ്രാഫ്റ്റിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ ചെടികളെല്ലാം തന്നെ പല മെത്തേഡുകൾ ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ചെടിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഗ്രാഫ്റ്റിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പല സമയങ്ങളിൽ ചെയ്തിട്ടുള്ള കുരുമുളക് ചെടികളാണ്. അതാണ് ഇതിനെല്ലാം വലിപ്പ വ്യത്യാസമുള്ളത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് തിപ്പല്ലിയിലേക്കാണ് കുരുമുളക് ചെടി ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. തിപ്പല്ലിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിപ്പല്ലിയാണ് ഡയറക്റ്റ് മണ്ണുമായിട്ട് കോണ്ടാക്ട് ചെയ്യിക്കുന്നത്. കുരുമുളക് ചെടി മണ്ണുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം കേടുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. തിപ്പല്ലി മണ്ണുമായിട്ട് മുട്ടി നിൽക്കുമ്പോൾ രോഗങ്ങളൊക്കെ കുരുമുളക് ചെടിക്ക് വരാനുള്ള ചാൻസ് കുറയുന്നു. അതുകൊണ്ടാണ് തിപ്പല്ലിയിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ തിപ്പല്ലിയിലേക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തോരം ഹൈറ്റിൽ വെച്ചിട്ടാണോ ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് നമ്മൾ തിപ്പല്ലീനെ കട്ട് ചെയ്തെടുക്കും. ഈ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഭാഗവും നമുക്ക് കളയണ്ട. വേറെ ഏതെങ്കിലും ഒരു കവറിലേക്കോ ചട്ടിയിലേക്കോ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മുതൽ 6 മാസം വരെ ആകുമ്പോഴേക്കും അതിൽ നമുക്ക് വീണ്ടും പുതിയൊരു കുരുമുളക് ചെടീനെ ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞ ആ ഭാഗത്തെ അറ്റം നല്ല രീതിയിൽ കനം കുറച്ച് നമ്മൾ ചെത്തിയെടുക്കുകയാണ്. ചെത്തിയെടുക്കുന്നത് നമുക്ക് കാണാം എന്തോരം തിക്നെസ്സിലാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ചെത്തിയെടുക്കാൻ ഉപയോഗിക്കുന്ന കത്തി, ബ്ലേഡ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുപാട് പഴയത് യൂസ് ചെയ്യരുത്. കാരണം വീണ്ടും വീണ്ടും ഇത് കട്ട് ചെയ്യാതെ, അതായത് നമ്മളൊന്ന് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോവാതെ വീണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഈ കുരുമുളക് ചെടി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാം പുതിയതും നല്ലതുമായിട്ടുള്ളത് എടുക്കണമെന്ന് പറയണത്. പിന്നെ കുരുമുളക് ചെടി എങ്ങനെയാണ് തണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് വേറൊരു വീഡിയോയിൽ പറയാം. അത് കട്ട് ചെയ്തെടുക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുത്ത കുരുമുളക് ചെടിയുടെ ഈ തണ്ട് ഒരുപാട് നേരം കട്ട് ചെയ്തിട്ട് ബാക്കി വെക്കരുത്. വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ വെള്ളമെല്ലാം വലിഞ്ഞു പോയിട്ട് അത് പിടിക്കാനുള്ള ചാൻസ് കുറയും. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ അത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാക്സിമം എത്ര നേരത്തെ ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരത്തെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിത് എത്ര നീളത്തിലാണ് തിപ്പലി ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം അത്രയും തന്നെ നമ്മൾ കുരുമുളക് ചെടിയുടെ തണ്ടിനെ 2ആയി നമ്മൾ ഇങ്ങനെ പിളർന്നെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വെച്ച് ഇങ്ങനെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണെന്ന്. അല്ലാതെ നമ്മൾ ബ്ലേഡ് എടുത്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് കട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിക്കാനുള്ള ചാൻസ് കുറഞ്ഞു പോകും. അതുകൊണ്ട് അതിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് ഹൈറ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് പിളർന്നിട്ട് തിപ്പലിയുടെ കൂർപ്പിച്ച് വെച്ചിരിക്കുന്ന അറ്റത്തിൻ്റെ ഒരു സൈഡിലേക്കാണ് ഈ കുരുമുളക് ചെടീനെ ഇറക്കി വെക്കേണ്ടത്, തണ്ടിനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തണ്ടും ആ തിപ്പലിയുടെ ഒരു സൈഡുമായിട്ട് ചേർന്നാണ് യോജിച്ച് പിടിച്ചു വരുന്നത്. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ടേപ്പ് എടുത്തിട്ട് ചുറ്റി കൊടുക്കണം. ടേപ്പ് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം. പക്ഷേ എന്നും പറഞ്ഞിട്ട് ഒരുപാട് ടൈറ്റ് ആക്കരുത്. ഒരുപാട് ടൈറ്റായിട്ട് ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ശ്വാസം വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അത്രയും ടൈറ്റ് ആക്കരുത്. അതിൻ്റെ തൊലിയൊക്കെ അവിടെ ഇരുന്ന് ചീഞ്ഞു പോകും. അപ്പം നമ്മൾ ഒരു മിനിമം രീതിയിൽ അതിനെ ടൈറ്റാക്കി ചുറ്റി കൊടുക്കണം. നല്ല രീതിയിൽ അതിനെ കവർ ചെയ്ത് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ടേപ്പിൻ്റെ അറ്റഭാഗം വെച്ച് തന്നെയാണ് നമ്മളത് കെട്ടി ശരിയാക്കിയെടുക്കും. ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഇത്രയും മാത്രം നമ്മൾ തിപ്പലിയിലേക്ക് കൊടി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ കൊടിയുടെ ഇല കട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വെള്ളമൊക്കെ വലിച്ചെടുക്കാതെ പിടിച്ചെടുക്കാൻ കൊടി ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊടി ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു.